ബെവ്കോയുടെ ആവശ്യം തള്ളി സർക്കാർ. മദ്യത്തിന്റെ ഡോർ ഡെലിവറി ശുപാർശ അംഗീകരിക്കില്ലെന്ന് സർക്കാർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഭയന്നാണ് സർക്കാരിന്റെ പിന്മാറ്റം. ബെവ്കോയുടെ ആവശ്യം അംഗീകരിക്കേണ്ടതില്ലെന്നും സർക്കാർ തലത്തിൽ ധാരണയായി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വിവരങ്ങൾ. ദൃശ്യ, നിലവിൽ വെബ്കോയുടെ ആവശ്യം അംഗീകരിക്കേണ്ട എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ തിരിച്ചടിയാകാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ വഴി വീട്ടിലേക്ക് മദ്യം എത്തിക്കുക എന്നൊരാവശ്യം, വെബ്കോയുടെ ആവശ്യം തൽക്കാലം വേണ്ട എന്ന നിലയിലേക്കാണ് ഇപ്പോൾ സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വെബ്കോ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഓൺലൈൻ വഴിയും വീടുകളിൽ മദ്യം എത്തിക്കുക, അല്ലെങ്കിൽ ആവശ്യക്കാരൻ്റെ ഓൺലൈൻ വഴി മദ്യം എത്തിക്കുക എന്നൊരാവശ്യം വെബ്കോ മുന്നോട്ട് വെച്ചത് വലിയ രീതിയിൽ വാർത്തയാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇതിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു മറുപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയമാണ് ഇപ്പോൾ. ആ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്തിൽ ഇത്തരമൊരു ഉത്തരവ് കൂടി നൽകുകയാണെങ്കിൽ അത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഓൺലൈൻ വഴിയുള്ള മദ്യം അതിനുള്ള അനുമതി തൽക്കാലം വേണ്ട എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. നമുക്കറിയാം, നേരത്തെ ഈ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് മദ്യനിരോധനമാണ് സംസ്ഥാനത്ത് ആവശ്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തെരഞ്ഞെടുപ്പിനെ അടക്കം നേരിട്ടതിൽ ഒരു കാരണം ഇതുകൂടിയായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് പത്രികയിലടക്കം ഈ മദ്യനിരോധനം ഒരു വിഷയമായി ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി ബാറുകളുടെ എണ്ണം കൂട്ടുന്നതും ബിവറേജസുകളുടെ എണ്ണം കൂട്ടുന്നതുമെല്ലാം കേരളം കണ്ടതാണ്. അതിൽ വലിയ രീതിയിൽ സർക്കാരിന് തന്നെ വിമർശനമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ പരസ്യം നൽകിയവർക്ക് അടക്കം വിമർശനം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരത്തിലൊരു ഉത്തരവ്, അതായത് മദ്യം വീടുകളിലേക്ക് എത്തിക്കുവാനൊരു നീക്കം അത് ബെവ്കോ നടത്തുമ്പോൾ അതിനൊരു ഉത്തരവ് നൽകിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് സർക്കാർ വിലയിരുത്തുന്നത്. കാരണം മദ്യം വീടുകളിലേക്ക് എത്തുമ്പോൾ അത് ആവശ്യക്കാരൻ്റെ ഈ ഏറ്റവും കൂടുതൽ ആവശ്യം ഇതിൽ ആവശ്യക്കാരെത്തും. അതോടൊപ്പം തന്നെ അതിൽ മദ്യവിൽപ്പനയടക്കം കൂടുതൽ വ്യാപിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഇത് പ്രതിപക്ഷവും BJPയും അടക്കം ആയുധമാക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല എന്നതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ തൽക്കാലം നിലവിൽ മദ്യം വീടുകളിലേക്ക് എത്തുന്നത് ഓൺലൈൻ വഴി വിൽപ്പന നടത്തേണ്ട എന്ന നിലയിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളും എല്ലാം നടന്നിരുന്നു. ആ കൂടിയാലോചനകളെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ദൃശ്യ, വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി ഭയന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സർക്കാർ ബെവ്കോയുടെ ശുപാർശ തള്ളിയിരിക്കുന്നത്. മദ്യത്തിന്റെ ഡോർ ഡെലിവറിയാണ് ഇപ്പോൾ സർക്കാർ തള്ളിയിരിക്കുന്നത്.